അസ്സലാമു അലൈക്കും. നമ്മൾ സമൂഹത്തിന് മുന്നിൽ മതഗ്രന്ഥങ്ങളിൽ നിന്നല്ല പല സത്യങ്ങളും നമ്മൾ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒരു പക്ഷേ ചില ആളുകൾ പറയുന്നത് അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളാണ്, അല്ലെങ്കിൽ അതൊക്കെ കളവാണെന്നൊക്കെ പറയും. പക്ഷെ ഖുറാന്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും അത്തരം ഒരു കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കാൻ പറ്റൂല. കാരണം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അധ്യായം 46 സൂറ അൽ അഹ്കാഫിലെ 7-ാമത്തെയും 8-ാമത്തെയും സൂക്തം പറയുന്നത്. നമ്മുടെ വചനങ്ങൾ വ്യക്തമായ നിലയിൽ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ സത്യം തങ്ങൾക്ക് വന്നെത്തിയ സന്ദർഭം സത്യനിഷേധികൾ പറഞ്ഞു, ഇത് വ്യക്തമായ മാരണമാകുന്നു. അതല്ല, ഇത് അവർ കെട്ടിച്ചമച്ചതാണെന്ന്. അവർ പറയുന്നുവോ? നബി പറയുക, ഇത് ഞാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് തീരെ കഴിയില്ല. ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കുന്നതിനെ പറ്റി ഏറ്റവും നന്നായി അറിയുന്നവൻ ഞാനാണ്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയാണ്. അവൻ തന്നെ മതി ഏറെ പൊറുക്കുന്നവനും കാരുണ്യകനും. അപ്പം ഇവിടെ പറയുന്നത്, നമ്മൾ ഖുറാന്റെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും കെട്ടിച്ചമച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാ, അള്ളാഹു നബിനോട് പറയണേ, നിങ്ങൾക്കും ഇടയിൽ ഞാനാണ് സാക്ഷി. അഥവാ നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹു കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് മുന്നിൽ നമ്മൾ രണ്ടാളാണെങ്കിൽ നമുക്ക് മൂന്നാമനായിട്ട് അള്ളാഹു സാക്ഷി ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ കാര്യം നമ്മളിൽ അറിവുള്ളിടത്തോളം നമ്മൾ ഒരിക്കലും ഖുറാനെ നമ്മൾ മോശമാക്കിയിട്ടോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല. കാരണം അള്ളാഹു സാക്ഷിയാണ് നമുക്കിടയിൽ.